ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ആനന്ദമയിമ. സദാ ആനന്ദത്തിലായിരുന്നു അവർ എപ്പോഴും. അതുകൊണ്ട് തന്നെ ഭക്തലോകം അവരെ വിളിച്ചു ആനന്ദമയിമ. 1896 ജനനം. കിഴക്കൻ ബംഗ്ലാവിലെ ത്രിപുര ജില്ല, കേവാര ഗ്രാമം ജനനസ്ഥലം. ആദ്യകാലം പേര് നിർമ്മലാദേവി. അസാധാരണ സിദ്ധയായിരുന്നു അമ്മ. ഇന്ദ്രിയങ്ങൾക്കുമേൽ പരിപൂർണ നിയന്ത്രണം. ശരീരത്തെ തെല്ലുപോലും ഗൗനിച്ചില്ല. വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല. ദിവസങ്ങളോളം ചിലപ്പോൾ സമാധിയിലിരിക്കും. ഒരിക്കൽ പരമഹംസ യോഗാനന്ദയോട് അമ്മ പറഞ്ഞു, ഈ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ. ഭൂമിയിൽ വരും മുമ്പേ ഞാൻ അതുതന്നെയായിരുന്നു. ബാല്യത്തിലും മുതിർന്നപ്പോഴും ഇപ്പോഴും ഞാൻ അതുതന്നെ. മാതാപിതാക്കൾ ഈ ശരീരത്തെ വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോഴും ഞാൻ അതുതന്നെ. അങ്ങയുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ അതുതന്നെ. ഒരു മാറ്റവുമില്ല. എപ്പോഴും എന്നും ഞാൻ അതുതന്നെ. ഇങ്ങനെ പറഞ്ഞ് അമ്മ സമാധിയിൽ ലയിച്ചു. ഒരവസരത്തിൽ വിദേശത്ത് നിന്ന് വന്ന ഒരു ഭക്തൻ R.D. ഹാവേലി ആനന്ദമയിയെ സന്ദർശിച്ച് ഭഗവാൻ ബാബയെക്കുറിച്ച് തിരക്കി. അത് അമ്മ ശരീരത്തിലുള്ള അവസാന ദിവസമായിരുന്നു. അമ്മേ, ആരാണ് സത്യസായി ബാബ? അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ സർവത്ര കേൾക്കുന്നു. ആനന്ദമയിമ അരുളി, ഭൂമിയിൽ ആഗതനായ ഭഗവാന്റെ ഏറ്റവും ദിവ്യതയും ശക്തിയുമാർന്ന രൂപം. അതാണ് സത്യസായി ബാബ. അടുത്ത 6000 വർഷത്തേക്ക് ഇത്തരം ഒരു അവതാരം സംഭവിക്കില്ല. ഹാവേലി പിന്നീട് ആനന്ദമയി ദേവിയുടെ ഹിമാലയത്തിലുള്ള ആശ്രമത്തിലെത്തി. മൗനാനന്ദ സ്വാമികളുമായി സംസാരിക്കവേ അമ്മ പറഞ്ഞ വിവരം അദ്ദേഹം പറഞ്ഞു. മൗനാനന്ദ പറഞ്ഞു, ആനന്ദമയിമ ബാബയെക്കുറിച്ച് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യസായി ബാബയുടെ പ്രശസ്തിയിൽ അത്ഭുതപ്പെടാനില്ല. അവിടുന്ന് ഈ യുഗത്തിലെ അവതാര പുരുഷൻ തന്നെയാണ്. ഓം തത്സത്.